മലയാള ഭാഷയ്ക്ക് കരുത്തായി ഇക്കുറിയും കലോത്സവ വേദിയിൽ ഉയർന്നു കേട്ടത് ഹൈസ്കൂൾ വിഭാഗം അക്ഷരശ്ലോകം. എല്ലാ ജില്ലകളെയും പ്രതിനിധീകരിച്ച് പങ്കെടുത്ത 14 പേരിൽ 11 പേരും പെൺകുട്ടികൾ തന്നെ. മലയാള ഭാഷയ്ക്ക് കരുത്തായി ഇത്തവണയും കലോത്സവ വേദിയിൽ അക്ഷരശ്ലോകം ഉയർന്നു മുഴങ്ങി. സംസ്കൃത വൃത്തത്തിലുള്ള മലയാള ശ്ലോകങ്ങളുടെ സമ്മേളനമാണ് അക്ഷരശ്ലോകം. ഒരു കാലത്ത് ഭാഷാസ്നേഹികൾ കൂടുന്നിടത്ത് മുഴങ്ങിക്കേട്ട ഈ ഭാഷാകല അന്യം നിന്ന് പോകാതിരിക്കാൻ സംസ്ഥാന സ്കൂൾ കലോത്സവം പ്രാർത്ഥനാ ശ്ലോകം ചൊല്ലുന്നുണ്ട് ഓരോ തവണയും. ഇത്തവണയും ഭാഷാജ്ഞാനികളുടെ ശിക്ഷണത്തിൽ ഹൈസ്കൂൾ വിഭാഗം അക്ഷരശ്ലോകത്തിന് 14 ജില്ലകളിൽ നിന്നും ഓരോ മിടുക്കരെത്തി. ഇതിൽ 3 പേർ മാത്രമായിരുന്നു ആൺകുട്ടികൾ. അഴകും സ്വാരസ്യവും പൂത്തിടും കഴിഞ്ഞ തവണയും ഇതേ ഇനത്തിൽ എ ഗ്രേഡ് ലഭിച്ച തിരുവല്ല DBHSSലെ അമൃതശ്രീ വി പിള്ളയാണ് ഇക്കുറിയും പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി അക്ഷരശ്ലോകം ചൊല്ലാനെത്തിയത്. നമ്മുടെ പൂർവ്വ കവികളുടെ കവിതകളും ശ്ലോകങ്ങളും നിലനിർത്തണം. അത് ഈ കുട്ടികളിൽ കൂടി വേണം നിലനിർത്താൻ. അതിനുമാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇവരൊക്കെ ഇന്ന് ചൊല്ലുന്നത് നിങ്ങൾ കേട്ടു. നമ്മുടെ ആ ഭാഷയുടെ ശുദ്ധിയും ആ ഈണവും ഭംഗിയും അവർ പരിപൂർണമായിട്ടും നിലനിർത്തിക്കൊണ്ടാണ് ചൊല്ലിയിട്ടുള്ളത്. അച്ഛനും അമ്മയും ഭയങ്കര ഭാഷാ സ്നേഹികളാണ്. അപ്പം അവരുടെ ആ ഒരു താല്പര്യമാണ് എന്നെ അക്ഷരശ്ലോകത്തിലേക്ക് കൊണ്ടുവന്നത്. അക്ഷരശ്ലോകം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരിക്കലും നമുക്ക് കളയാൻ തോന്നുന്ന ഒരു സംഗതിയല്ല. പഠിച്ചു കഴിഞ്ഞാൽ ആസ്വദിച്ച് പഠിക്കുന്ന ഒരു വിനോദ കേളി തന്നെയാണ് അക്ഷരശ്ലോകം. എൻ്റെ 3ാമത്തെ വർഷമാണ് ഞാൻ കലോത്സവ വേദിയിൽ വരുന്നത്. 2 വർഷമായി സ്റ്റേറ്റിൽ വരുന്നു. ഇന്ന് മുതിർന്നവരും പലപ്പോഴും എനിക്കറിയാം എൻ്റെ ഒരു മലയാളം ടീച്ചറിനോട് ഞാൻ ചോദിച്ചപ്പോഴും അക്ഷരശ്ലോകത്തെ പറ്റി അവർക്ക് തന്നെ ഒരു അറിവില്ല. മുതിർന്നവരിലാണല്ലോ നമ്മൾ പകർന്നു തരേണ്ടത് നമുക്ക് ഇതുപോലെയുള്ള കലകളൊക്കെ. പക്ഷെ അവർ പോലും ഇതിലോട്ട് താല്പര്യം കാണിക്കാത്തത് കൊണ്ടാവാം ഒരു പക്ഷേ കൂടുതലായും കുട്ടികൾ ഇതിലോട്ട് വരാത്തത്. മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം അക്ഷരശ്ലോകവും നിലനിൽക്കുമെന്ന് പുതുതലമുറ ഓരോ കലോത്സവത്തിലും സാക്ഷ്യപ്പെടുത്തുന്നു. അക്ഷരം തെറ്റാതെ ഇക്കുറിയും മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം അക്ഷരശ്ലോകം പുതുതലമുറ കൈവെടിയില്ല എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ വിദ്യാർത്ഥികൾ. ക്യാമറാമാൻ ബിജു എൻ സായിക്കൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം.